ഈ മാസം, അതായത് ഏപ്രിൽ 21-ാം തീയതി ഞങ്ങളൊരു ചെറിയ ഫാമിലി ട്രിപ്പ് അടിച്ചു. നിലമ്പൂർ കനോലി പ്ലോട്ട് പോവുക, അവിടെ ഒന്ന് കാണുക. പിന്നെ കക്കാടംപൊയിൽ മായാഹി എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്, അവിടെ പോയി ഒരു നൈറ്റ് സ്റ്റേ അടിച്ച് പിറ്റേന്ന് തിരിച്ചു പോരുക. അങ്ങനെ ഒരു ചെറിയ പ്ലാനേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 21-ാം തീയതി രാവിലെ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബിരിയാണി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ എത്തി, കാറിലിരുന്ന് കഴിച്ചു. നേരെ കനോലി പ്ലോട്ടിൽ അകത്ത് കയറി. കനോലി പ്ലോട്ട് പുഴയുടെ അങ്ങേക്കരയിലാണുള്ളത്, ഇങ്ങേക്കരയിലാണ് നമ്മൾ വണ്ടിയിൽ വന്നിറങ്ങുന്നത്. അങ്ങനെ പുഴക്കര വരെ ഞങ്ങൾ നടന്നു പോയി. പിന്നെയാണ് മനസ്സിലായത് ഇനി അക്കരയാണ്, ഈ കനോലി പ്ലോട്ടിലാണ് കാര്യമായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം അവിടെ ആണ്. അവിടെ ഒരു ചെറിയ ജങ്കാർ സർവീസ് ഉണ്ട്. ജങ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറിൽ കെട്ടി വലിച്ച് അക്കരെ എത്തിക്കുന്ന ഒരു ചെറിയ കടത്ത് സർവീസ് ഉണ്ട്. അപ്പോൾ റിസോർട്ടിൽ കുറച്ച് മുമ്പ് ഞാനൊന്ന് പോയിട്ടുണ്ട്. ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷന് വേണ്ടിയിട്ട് എൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ട് റിസോർട്ടിൻ്റെ ഫൗണ്ടർ പുള്ളിയെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് ആയിരുന്നു. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്, അന്നുള്ളതിനേക്കാളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് കണ്ടു, നല്ല റേറ്റിങ്സ് കണ്ടു. അപ്പോൾ ഒരു ചെറിയ ഡ്രൈവ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്ത് പോരാൻ പറ്റുന്നൊരു സ്ഥലം. പിന്നെ നമ്മൾ കൂടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഫാമിലി പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രൂപത്തിൽ ഒരു റൂം എടുത്താണ്. ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ പ്രൈവറ്റ് പൂളുള്ള റൂമല്ല ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ കോമൺ പൂള് വേറൊരു മെയിൻ്റനൻസ് വർക്കിലായിരുന്നതുകൊണ്ട്, അതുപോലെ ഓഫ് സീസണാണ്, മറ്റ് ഗസ്റ്റുകളില്ല, അവർ റൂം നമുക്ക് ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ ലക്കടിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഒരു കണക്കിന് നന്നായി. മോന് വളരെ ഹാപ്പിയായി. മോന് കുറച്ച് വലിയ വാട്ടർ ബോഡീസ് കുറച്ച് താല്പര്യക്കുറവുണ്ട്. ഇതുവരെ പുഴയിലൊക്കെ പോയിട്ട് കടലിലൊക്കെ ബീച്ചിലൊക്കെ പോകുന്ന സമയത്തൊക്കെ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി പൂളാണെങ്കിലും ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള വലിയൊരു പൂള് എത്രത്തോളം ഇഷ്ടപ്പെടുമായിരുന്നു അറിയില്ല. ഞങ്ങളതിലേക്ക് ഇറങ്ങി നോക്കിയില്ല, കാരണം അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയായിരുന്നു. എന്തായാലും ഈ പൂള് ഞങ്ങൾ പരമാവധി മുതലെടുത്തു. പിന്നെ അവർ നല്ല വാം സർവീസ് ആയിരുന്നു. ഒരു തലേന്ന് തന്നെ വിളിച്ച് എപ്പോഴാണ് എത്തുക, ലഞ്ചിനുണ്ടാവുക എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. ഈ ചെല്ലുന്ന ദിവസം ഒന്നുകൂടി വിളിച്ചിട്ട് അവർ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ വളരെ ഹോസ്പിറ്റബിൾ ആയിരുന്നു. പിന്നെ അപ്പോൾ എന്തായാലും പൂള് ഞങ്ങൾ വളരെ ലാവിഷായിട്ട് ഉപയോഗിച്ചു. വൈകുന്നേരം വന്നൊരു ചായ കുടിച്ച ഉടനെ പൂളിലിറങ്ങി കുറേ നേരം പൂളിൽ കിടന്ന് കുളിച്ച് തിമിർത്തു. പിന്നെ പോയി ഡിന്നർ കഴിച്ചു വന്നിട്ട് ഒന്നുകൂടി പൂളിലിറങ്ങി കുളിച്ചു, ഇഗ്ഗൂസും അടിച്ചു കുളിച്ചു. അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഈ ബാക്കിലുള്ള ഈ പുഴയുടെ അടുത്ത് പോയ സമയത്ത് മോൻ വലിയ താല്പര്യം കാണിച്ചില്ല, കുറച്ചൊരു അകൽച്ച, പേടിയൊക്കെ കാണിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ആൾ പ്രിപ്പയർഡായി. ഒന്നുകൂടി ഞങ്ങൾ പോയ സമയത്ത് കൂടെ വന്നു, പുഴയുടെ അടുത്തേക്കൊക്കെ വന്നു. അപ്പോൾ പതുക്കെ ഇറങ്ങാമെന്ന് തോന്നി, മോനുമായിട്ട് ഇറങ്ങാമെന്ന് തോന്നി. അവിടെ കുറച്ച് സേഫായിട്ടുള്ള രൂപത്തിലുള്ള ഒരു സ്ഥലമാണത്. കുറച്ച് പാറകളൊക്കെ, ചുറ്റുപാടും പാറകളുണ്ട്. അങ്ങനെ വലിയ ഒഴുക്കും കാര്യങ്ങളൊന്നുമില്ല, വെള്ളം കുറവാണ്. ഇപ്പോൾ ചെറിയതായിട്ട് വേനൽ മഴ പെയ്തത് കൊണ്ട് കുറച്ച് വെള്ളമുണ്ട്. പക്ഷേ ഒരു മഴ പെയ്തിട്ട് കുറച്ച് ദിവസം ആവുകയും ചെയ്തു, അതുകൊണ്ട് ഭയങ്കര ഒഴുക്കില്ല. അപ്പോൾ അങ്ങനെ മോനുമായിട്ട് ഇറങ്ങി പിന്നെ വെള്ളത്തിൽ കിടന്ന് വീണ്ടും കളിച്ച് തിമിർത്തു. അത് കഴിഞ്ഞിട്ട് ഈ പുഴയിൽ കുളിച്ചിട്ട് വീണ്ടും ഞങ്ങൾ പിന്നെ പോയിട്ട് പൂളിൽ ഇറങ്ങി. പുഴയിലേക്ക് വരുന്നതിന് മുമ്പ് രാവിലെ ഒന്ന് പൂളിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിരുന്നു. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ പുഴയിലേക്ക് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുഴയിൽ കുളിച്ചിട്ട് വീണ്ടും പോയിട്ട് പൂളിൽ കിടന്ന് നീന്തി തുടിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഡേ സ്റ്റേ ആണ്, ഒരു 1 നൈറ്റ് സ്റ്റേ ആയിരുന്നു. അത് നല്ല രീതിയിൽ, വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ, ഒരുപാട് ഇവൻറ്റുകളില്ല. ആകെ പൂളിൽ കിടക്കുക, പിന്നെ പുഴയിൽ പോവുക, ഫുഡ് കഴിക്കുക, രാത്രി കിടന്നുറങ്ങുക. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു യാത്രയായിരുന്നു.